സുധി മരിച്ചതിനു ശേഷം രേണു സുധിക്കും മക്കൾക്കും വേണ്ടി ഫിറോസ് എന്ന വ്യക്തി ഒരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. എന്നാൽ ആ വീട് വാങ്ങി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ രേണു പല പ്രശ്നങ്ങളുമായി രംഗത്തെത്തി. അതായത് ആ വീട് പോരാ, ചോരുന്നുണ്ട്, ഇതിനേക്കാൾ നല്ലത് നമ്മൾ വാടക വീട്ടിൽ കഴിയുന്നതാണ് എന്നൊക്കെയുള്ള അഹങ്കാരത്തിന്റെ ധ്വനിയിലായിരുന്നു അന്ന് പറഞ്ഞത് എന്ന് പലരും അംഗീകരിച്ച ഒന്നാണ്. രേണുവിന് നന്ദിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് ഒരുപാട് പേർ വിമർശിച്ചിരുന്നു. എന്നാൽ 2 ദിവസത്തിന് മുൻപ് കിച്ചു ഇതിനൊക്കെ കുറിച്ച് വലിയൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഫിറോസ് ചെയ്തു തന്ന ഉപഹാരത്തിന് ഒരിക്കലും ഒരു നന്ദിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആരുമില്ലാതിരുന്ന് ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം ഉണ്ടാക്കി തന്നത് ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയും കടപ്പാടുള്ളവനുമായി. എന്നാൽ കിച്ചുവിന്റെ ഈ ഒരു വീഡിയോയുടെ പ്രതികരണം വന്നതിന് ശേഷം കിച്ചുവും രേണു സുധിയും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായെന്നും ഇവർ രണ്ടുപേരും തല്ലിപ്പിരിഞ്ഞു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വാർത്തകൾ നിറഞ്ഞിരുന്നു. എന്തിന് അമ്മയ്ക്ക് നന്ദിയില്ലെങ്കിലും കിച്ചുവിനെങ്കിലും നന്ദിയുണ്ടല്ലോ, അത് അച്ഛന്റെ സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേർ കിച്ചുവിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇപ്പോഴത്തെ ഈ ഒരു കാര്യത്തിൽ രേണു സുധി തന്നെ തന്റെ നിലപാടുകൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് കിച്ചുവിന് അവന്റേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവന് വെറും 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവൻ അവന്റേതായ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഞാനും ഒരിക്കലും ആ ഒരു നന്ദി മറക്കുന്ന വ്യക്തിയല്ല. വീട് വെച്ച് തന്നതിനൊക്കെ നന്ദിയുണ്ട്. പക്ഷേ വീട് ചോരുന്നു എന്നൊക്കെ പറഞ്ഞതും സത്യം തന്നെയായിരുന്നു. ആരെയും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ കള്ളങ്ങളൊന്നുമല്ല. എന്റെ 2 മക്കൾക്കും അതിൽ തുല്യ അവകാശമുണ്ടെന്നും കിച്ചു പറഞ്ഞതിനോട് ഞാനും 100% യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രേണു സുധി രംഗത്ത് വന്നിരിക്കുന്നത്.